ഓം സദ്ഗുരുഭ്യോ നമ. ലളിതാ സഹസ്രനാമത്തിൻ്റെ ധ്യാനങ്ങളിലേക്കൊന്ന് കടക്കാം. നാമാവലിയായിട്ടോ സ്തോത്രമായിട്ടോ ഒക്കെ നമ്മൾ ജപിക്കുന്നതിന് മുന്നായിട്ട് ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലാറുണ്ട്. അതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ സിന്ധൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീ സ്ഫുരത് താരാനായകശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഹാം പാണിഭ്യാം അളിപൂർണരത്നചഷകം രക്തോത്പലം ബിഭ്രതിം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം. ഇതാണ് ആദ്യത്തെ ധ്യാന ശ്ലോകം. അതിൻ്റെ അർത്ഥം നോക്കാം. അപ്പോൾ തുടങ്ങുന്നത് സിന്ധൂര അരുണ വിഗ്രഹം എന്നാണ്. സിന്ദൂരത്തിൻ്റെ അരുണ നിറത്തോടുകൂടിയ രൂപമുള്ളവൾ എന്നാണ്. വിഗ്രഹം എന്ന് പറഞ്ഞ രൂപമാണ്. സിന്ധൂരാരുണ വിഗ്രഹം. ത്രിനയനം, 3 കണ്ണുകൾ. നമുക്ക് 2 കണ്ണുകളുണ്ട്. ദേവിക്ക് ഭ്രൂമധ്യത്തിൽ പുരികത്തിൻ്റെ ഇടയിലായിട്ട് 1 കണ്ണുകൂടിയുണ്ട്. ത്രിനയനം, ആ കണ്ണ് ഉദ്ദേശിക്കുന്നത് അതീന്ദ്രിയ കാഴ്ചയാണ്. എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ അനന്തമായ കാഴ്ചയാണ്. ഈ സകല ചരാചരങ്ങളെയും പ്രപഞ്ചത്തെയും നിയന്ത്രിക്കാൻ ദേവിക്ക് അനന്തമായ കാഴ്ചയുണ്ട് എന്നുള്ളതാണ് ആ ത്രിനയനം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. മാണിക്യമൗലീ സ്ഫുരത്, മാണിക്യം മൗലിയിൽ പ്രകാശിക്കുന്ന. മാണിക്യം എന്ന് പറഞ്ഞാൽ ചുവന്ന രത്നമാണ്. അത് മൗലിയിൽ ശിരസിൽ സ്ഫുരത് പ്രകാശിക്കുന്ന. താരാനായക ശേഖരാം എന്ന് വെച്ചാൽ താരാനായകൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. താരാനായക ശേഖരാം, താരാനായകനെ ശിരസിൽ ധരിച്ചിട്ടുണ്ട്. സ്മിതമുഖീം ആപീന വക്ഷോരുഹാം, സ്മിതമുഖി നമുക്കറിയാം പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയവൾ എന്നാണ് അർത്ഥം വരിക. ആപീന വക്ഷോരുഹാം, തടിച്ച സ്തനങ്ങളോട് കൂടിയവൾ. അപ്പം നമ്മൾ വിചാരിക്കും ഈ പരബ്രഹ്മാവുന്ന ദേവിയുടെ സ്തനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ടോ? ഉണ്ട്. സ്മിതമുഖിയും ആപീന വക്ഷോരുഹ എന്ന് പറയുമ്പം ആ തടിച്ച സ്തനങ്ങൾ, ആപീന വക്ഷോരുഹം ജീവജാലങ്ങൾക്കെല്ലാം പോഷണം നൽകുന്നതാണ്. അപ്പം പ്രപഞ്ചമാതാവാണ്, ജഗത് ജനനിയാണ് ദേവി എന്ന് പറയുന്നത്. ആ ദേവി സർവ്വചരാചരങ്ങൾക്കും പോഷണം നൽകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. സ്മിതമുഖീം ആപീന വക്ഷോരുഹാം. പാണിഭ്യാം അളിപൂർണ രത്നചഷകം. ഇനി കൈകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പാണിഭ്യാം, പാണി എന്ന് പറഞ്ഞ കൈകളാണ്. അളിപൂർണ രത്നചഷകം, വണ്ടുകൾ പാറിപ്പറക്കുന്ന രത്നനിർമ്മിതമായ ചഷകം, പാത്രം ദേവിയുടെ കൈകളിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ദേവിയുടെ സൗരഭത്തിൽ ആകൃഷ്ടയായി വണ്ടുകൾ ചുറ്റും പാറിക്കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. രക്തോത്പലം ബിഭ്രതിം, രക്തോത്പലം എന്ന് വെച്ചാൽ രക്തവർണ്ണത്തിലുള്ള ഉൽപ്പലം. ഉൽപ്പലം എന്ന് പറഞ്ഞാൽ താമരയാണ്. രക്തോത്പലം ബിഭ്രതിം, ധരിച്ചവൾ. അപ്പോൾ ഒരു കയ്യിൽ ചുവന്ന താമര ദേവി പിടിച്ചിട്ടുണ്ട്. രക്തോത്പലം ബിഭ്രതിം സൗമ്യാം രത്നഘടസ്ഥ രക്തചരണാം. ഇനി സൗമ്യമായിട്ടാണ് ദേവി ഇരിക്കുന്നത്. ദേവി നമ്മളെ പേടിപ്പിക്കുന്നില്ല, ശാന്തസ്വരൂപിണിയാണ്. സൗമ്യം രത്നഘടസ്ഥ രക്തചരണാം, സൗമ്യയായി. കാലുകൾ എവിടെയാണ് വെച്ചിരിക്കുന്നത്? രത്നഘടത്തിൽ, രത്നം കൊണ്ട് നിർമ്മിതമായ ഒരു കുടത്തിൻ്റെ പുറത്താണ് ആ രക്തചരണങ്ങൾ, ചരണം എന്ന് വെച്ചാൽ കാലാണ്, ചരണങ്ങൾ വെച്ചിരിക്കുന്നത്. രത്നഘടസ്ഥ രക്തചരണാം ധ്യായേത് പരാമംബികാം. അങ്ങനെയുള്ള പരമമായ ആ പരാമംബികയെ ഞാൻ ധ്യാനിക്കുന്നു എന്നുള്ളതാണ് 1ാമത്തെ ശ്ലോകത്തിൽ വരുന്നത്. ഇനി 2ാമത്തെ ധ്യാന ശ്ലോകത്തിലേക്ക് കിടക്കാം. ധ്യായേത് പദ്മാസനസ്താം വികസിതവദനാം പത്മപത്രായദാക്ഷിം ഹേമാഭാം പീതവസ്ത്രാം കരകലിത ലസദ്ഹേമ പദ്മാം വരാംഗിം സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രിം. ധ്യായേത് പദ്മാസനസ്താം. അപ്പം ഞാൻ ആരെയാണ് ധ്യാനിക്കുന്നത്? പദ്മാസനസ്താം, പത്മം ആസനമായിരിക്കുന്നവൾ എന്ന് വെച്ചാൽ താമരപ്പൂരിരിക്കുന്നവൾ. വികസിതവദനാം, വികസിച്ച വദനത്തോടു കൂടിയവൾ. മുഖം വാടിയിരിക്കുന്നല്ല, എപ്പോഴും ദേവി പ്രസന്നവദനയാണ്. വികസിതവദനാം. പത്മപത്രായദാക്ഷിം, പത്മപത്രം എന്ന് പറയുമ്പം താമര ഇതളുകളാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. താമര ഇതളുകൾ പോലെ നീണ്ട കണ്ണുകളുള്ളവൾ. പത്മപത്രായദാക്ഷിം, അക്ഷി എന്ന് പറഞ്ഞ കണ്ണാണ്, നീണ്ട കണ്ണുകളോട് കൂടിയത്. വികസിതവദന പത്മപത്രായദാക്ഷിം ഹേമാഭാം. ഹേമാഭാം എന്ന് പറയുമ്പം ഹേമം എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാണ്, ആഭ എന്ന് പറഞ്ഞാൽ പ്രകാശം, ശോഭ. ഹേമാഭാം പീതവസ്ത്രാം, പീതം എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറമാണ്. പീതവസ്ത്രാം
ഹേമാഭാം പീതവസ്ത്രാം കരകലിത ലസത് ഹേമപത്മാം. കരകലിതം, കരത്തിൽ, കരകലിത ലസത് ഹേമപത്മാം, കരത്തിൽ ശോഭിക്കുന്ന ഹേമപത്മം. അതായത് ഒരു സ്വർണ്ണ താമര ദേവിയുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ഹേമപത്മാം വരാംഗീം. വരാംഗി എന്ന് പറയുമ്പം ശ്രേഷ്ഠമായ അംഗത്തോടു കൂടിയവൾ. വരം ശ്രേഷ്ഠമായത്. ദേവിയുടെ എല്ലാ അംഗങ്ങളും ശ്രേഷ്ഠമാണ്. സർവാലങ്കാരയുക്താം, എല്ലാ അലങ്കാരങ്ങളും ധരിച്ചിരിക്കുന്നവൾ. സർവാലങ്കാരയുക്താം സതതം അഭയതാം, എല്ലാവർക്കും അഭയം നൽകുന്നവൾ. സതതം അഭയതാം ഭക്തനമ്രാം ഭവാനിയും, എല്ലാ ഭക്തന്മാരും നമിക്കുന്നവൾ. ഭക്തനമ്രാം ഭവാനി. ഭവാനി എന്ന് പറയുമ്പം ഭവൻ ശിവനാണ്, ഭവാനി എന്ന് പറഞ്ഞാൽ ശിവയാണ്. അതായത് ഈ സംസാര സാഗരത്തിൻ്റെ അധിപനാണ് ശിവൻ എന്ന് പറയുന്നത്. ഭവൻ, ഭവാനി എന്ന് പറഞ്ഞാൽ പരാമംബികയാണ്. ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകല സുരനുതാം സർവസമ്പത് പ്രദാത്രിം. ശ്രീവിദ്യാമന്ത്രം തന്നെയാണ് ദേവി. ശ്രീവിദ്യാം, ഗുരു ഉപദേശപ്രകാരം ശ്രീവിദ്യാമന്ത്രത്തെ ഉപാസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഉപാസനയിലേക്ക് കടക്കുമ്പോൾ ശ്രീവിദ്യാമന്ത്രം നമുക്ക് ഗുരു ഉപദേശത്താൽ കിട്ടും. അത് ഉപാസിച്ചു പോരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ശ്രീവിദ്യാം ശാന്തമൂർത്തിം, ശാന്തയായവൾ. ദേവി നമ്മളെ പേടിപ്പിക്കില്ല, ഞാൻ പറഞ്ഞു. ശാന്ത സ്വരൂപിണിയായിട്ടായിരിക്കുന്നത്. സകല സുരനുതാം എന്ന് വെച്ചാൽ സകല സുരന്മാർക്കും, സുരന്മാരും നമിക്കുന്നവൾ. സുരൻ എന്ന് വെച്ചാൽ ദേവനാണ് അർത്ഥം. നിങ്ങൾ ദേവൻ എന്നുള്ളത് ചിത്രത്തിലെ 4 കൈകളോട് കൂടിയ ആ രീതി ഒന്നും വിചാരിക്കേണ്ട. നല്ലത് വരുത്തുന്നവൻ എന്നുള്ള ഭാവത്തിലെടുത്താൽ മതി. ഇപ്പോൾ അഗ്നി ദേവനാണ്, സൂര്യ ദേവനാണ്, വരുണ ദേവനാണ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് കൊണ്ടാണ് ദേവൻ എന്നുള്ളത് നമ്മൾ പറയുന്നത്. സകല സുരനുതാം സർവസമ്പത് പ്രദാത്രിയും, എല്ലാ സമ്പത്തും പ്രദാനം ചെയ്യുന്നവൾ. അങ്ങനെയുള്ള ദേവിയാണ് ഞാൻ നമിക്കുന്നത് എന്നുള്ളതാണ് ഈ 2 ശ്ലോകങ്ങളിലെ ആദ്യത്തെ 2 ശ്ലോകങ്ങളിൽ വരുന്നത്.